الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن حزب الله هم المفلحون صدق الله العلي العظيم هم القوم لا يشقى جليسهم صدق رسول الله فلو جعلت صفوا شغلت بحبها ولم يك فرق بين دنيا وجنتي لعمرك ما الدنيا بداري أخي الحجاب ويلهو بها عن داري فوز بعزتي عن الموطن الأسنى عن القرب واللقاء عن الليس كل الليس عند الأحبة فوالله لولا ظلمة الذنب لم يطب لك الليس يوما دون مي بعزتي يعلم أمة سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഉസ്താദന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ മഹലായ ഖദറുകൊണ്ട് ഇക്കൊല്ലം ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനൻ്റെ ഉസ്താദന്മാരൊക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ പഠിച്ചു പോയതായിരിക്കുന്ന മൊയ്നി ഉസ്താദന്മാരൊക്കെ പലതരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നടന്നു കഴിഞ്ഞു. ഓരോരാളും ഓരോരു ബാബിലായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതെല്ലാം നിങ്ങൾക്കെല്ലാം ഒരു ഉപകരിക്കുന്ന ഒരു ഇൽമായി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും മുനാഫിയായ ഇൽമായി തീർക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു 10 മിനിറ്റ് സമയം മിസ്റിൻ്റെ അകത്തുള്ള ഒരു മലയെ സംബന്ധിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. മിസ്രി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ തന്നെ പലയിടത്തിലും ഈ മിസ്റിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് അമ്പിയാക്കന്മാർ താമസിച്ച നാടാണ് ഈ മിസ്രി എന്ന് പറയുന്നത്. കൂടാതെ പ്രത്യേകിച്ചിട്ടും കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അവിടെ ജനിക്കുകയും ഒരു നീണ്ട കാലം അവിടെ നബിയും റസൂലായിട്ട് താമസിച്ച് പിന്നെ അവസാനം അവിടുന്ന് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ഷാമിലേക്ക് തൻ്റെ അനുയായികളാകുന്ന സ്വഹാബികളെല്ലാം കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം തുടങ്ങിയുള്ള ഒരുപാട് അമ്പിയാക്കന്മാർ താമസിച്ചതായിരിക്കുന്ന നാടാണ്. അതോടൊപ്പം ഈ അവരുടെ അത്തബായികളായ എത്രയോ ഔലിയാക്കന്മാർ താമസിച്ചൊരു നാടാണ്. വലിയ മഹത്വങ്ങളുള്ള, വലിയ ആദരവും ബഹുമാനവുമുള്ള ഒരു രാജ്യമാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവരുടെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട മഹാനായ
പ്രധാനപ്പെട്ട സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലായിട്ട് നടന്ന യുദ്ധമാണ് മിസ്റിൻ്റെ അകത്തുള്ള യുദ്ധം. അത് ഹിജ്റൻ്റെ 20-ാം കൊല്ലത്തിലാണ് അത് മിസ്ർ ഫതഹായത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വഫാത്ത് 23-ലാണ് ഹിജ്റൻ്റെ. അപ്പോൾ 20-നാണ് ഈ മിസ്ർ ഫതഹായത്. അത് അവിടെ ഭരണം നടത്തിക്കൊണ്ടുണ്ടായത് നസാറാക്കളാണ്. അതിൻ്റെ വലിയ അവരുടെ അവിടുത്തെ രാജാവായിരുന്നു മുഖൗഖിസ് എന്ന് പറയുന്ന രാജാവ്. കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ആദരിക്കുകയും ബഹുമാനിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് പലജാതി ഹദിയകളൊക്കെയും കൊടുത്തയച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് മുഖേന കത്തയച്ചിട്ട് ഇസ്ലാമിലേക്ക് അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. നബിൻ്റെ ബഹുമാനവും ആദരവുമെല്ലാം മനസ്സിലാക്കിയെങ്കിലും അയാൾക്ക് ഇസ്ലാം ആകാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല തരത്തിലുള്ള ഹദിയകൾ കൊടുത്തിരുന്നു. അതിൽപ്പെട്ടതായിരിക്കുന്ന ഹദിയൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് 2 പെൺകുട്ടികൾ, വളരെ ചേരുള്ള അന്തസ്സുള്ളതായിരിക്കുന്ന 2 പെൺകുട്ടികൾ. ഒന്ന് മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ള ഒരു പെണ്ണ്, ഒരു വെള്ളാട്ടി. അതേപോലെ തന്നെ സീരിയൻ എന്ന് പറയുന്ന പിന്നെ ഒരു വെള്ളാട്ടി. ഇത് അനുജത്തി ജ്യേഷ്ഠത്തിമാരാണ് രണ്ടാളെ ഹദിയ കൊടുത്തു. കുറേ പൊന്ന് ആഭരണങ്ങളും തങ്ങൾക്ക് ഹദിയ കൊടുത്തു. അവിടെയുള്ളതായിരിക്കുന്ന നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കറിയിൽ ബന്ന എന്ന് പറഞ്ഞിട്ടൊരു ജാതി തേനാണ്. ആ തേന് കൊടുത്തയച്ചു. ബഗലത്ത് എന്ന് പറയുന്ന ഒരു കുതിര, തട്ടുകുതിര എന്ന് പറയും, അതൊരു കുതിര തുടങ്ങിയുള്ള കുറേ സമ്മാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാൾ അയച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദക്ക ആരതും സ്വീകരിക്കലില്ല, ഹദിയ കൊടുത്താൽ സ്വീകരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്ത്. അങ്ങനെ അതൊക്കെയും സ്വീകരിച്ചു. അങ്ങനെ പിന്നെ അതെല്ലാം കാലം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ വഫാത്തിൻ്റെ ശേഷം ഇത്ര കൊല്ലത്തിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഈ മിസ്ർ നാട്ടിലേക്ക് ഒരു വലിയ പട്ടാളം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ കേൾക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് മൗഖിഖ് രാജാവിൻ്റെ രാജ്യമാണ് ഈ ഇസ്കന്ദർ എന്ന് പറയുന്ന നാട്. അതുപോലെ തന്നെ കൈറോ മറ്റു തുടങ്ങിയുള്ളതായിരിക്കുന്ന പല നാടുകളുണ്ട്. മിസ്ർ എന്നെങ്കിൽ ഒരു പരന്ന ഒരു നാടാണ്, വലിയ വിശാലമുള്ളതായിരിക്കുന്ന ഒരു നാടാണ്. അള്ളാഹിൻ്റെ ഭൂമിയിലുള്ള രാജ്യങ്ങളിൽ വെച്ചിട്ട് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഫലങ്ങളും പഴവർണ്ണങ്ങളും ഉപകാരങ്ങളും എല്ലാം ഉള്ള ഒരു നാടാണ് ഈ മിസ്ർ എന്ന് പറയുന്ന നാട്. അത് താരീഖിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു, ഈ മിസ്ർ എന്ന രാജ്യത്തിനെ ബന്ധാക്കി അല്ല എല്ലാ നാട്ടിൽ നിന്നിട്ടും ഒരു സാധനം അവിടേക്ക് പോയില്ലെങ്കിലും ആ നാട്ടിൽ ജീവിക്കാനുള്ളതായി കാട്ടുകാർക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. എല്ലാ നാട്ടിലാവുന്ന പഴമ അവിടെ ഒരു നാട്ടിലാണ്. എന്ത് ജാതി പഴങ്ങളും അത് എല്ലാ ജാതി പഴങ്ങളും അവിടെ ഉണ്ട്. ഏതെല്ല നാട്ടിൽ വേറെ നാട്ടിലാക്കുന്ന പിന്നെ ഒരു നാട്ടിലായാലും പിന്നെ ഒരു നാട്ടിലാവുന്നില്ല. അങ്ങനത്തെ എത്രയോ നാടുകളുണ്ട്. അവിടെ അങ്ങനെയല്ല. എന്തെല്ലാം നാടുകളിൽ കൃഷികളുണ്ട്, അത് എല്ലാ ജാതി കൃഷികളും അവിടെ ഉണ്ട്. ഗോതമ്പ്, നെല്ല് തുടങ്ങി പയറ്, അതേപോലെ തന്നെ ചോളം തുടങ്ങി എല്ലാ ജാതി കൃഷിയും അവിടെ ഉണ്ട്. ഇതിലേക്കെല്ലാം എന്ത് കൃഷിയാക്കുന്നെങ്കിലും അവിടെ ഒരു ദരിദ്രമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഹാറിൻ്റെ കൂടത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഹാറുകളുണ്ട്. അതിൽപ്പെട്ടതായിരിക്കുന്ന ഒരു ഹാറാണ് നെയിൽ നദി എന്ന് പറയുന്ന മിസ്റിൻ്റെ നദി. ഈ നദിൻ്റെ വെള്ളം ഈ രാജ്യം എല്ലാ രാജ്യങ്ങളിലും ഈ പരന്നു കിടക്കുന്ന എല്ലാ രാജ്യത്തും കണക്ഷൻ ഉണ്ടാവും. എല്ലായിടത്തേക്കും വെള്ളമെത്തും. അവിടെ എല്ലാ ജാതി കൃഷികളും അവിടെ നടക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ അകത്ത് പിന്നെ നസാറാക്കളാണ് താമസിച്ചുണ്ടായത്. അവരോടാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് അവർ വരാത്തപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ അയച്ചു. സുബ്ഹാനല്ലാഹ്, ആ യുദ്ധത്തിൻ്റെ അകത്ത് വലിയ വിജയം കിട്ടി. എല്ലാ രാജ്യങ്ങളും ഫതഹായി. അപ്പോൾ രാജാവിൻ്റെ ഹയാത്ത് കാലത്താണ്, ഹോസ്കിസിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെയാണ് എല്ലാ നാടുകളെല്ലാം വിട്ടുകൊടുക്കേണ്ടി വന്നു. എല്ലാം അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവരെ കസ്റ്റഡിയിലായി. ഇവരുടെ എല്ലാവരുടെയും വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ നിലക്ക് അവിടെ ആയപ്പോൾ ഈ രാജാവ് എല്ലാം വിട്ടുകൊടുത്ത് പറഞ്ഞു, എല്ലാം ഞാൻ വിട്ടുതരാം. അയൽനെറ്റ് ഒരു മല, ജബലുൽ മുഖത്തം എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മല എനിക്ക് തരണം. അതിലേക്ക് ഞാൻ 70,000 ദിർഹം ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ മോൻ്റെതല്ല, മോൻ്റെ കൈവിട്ടല്ലേ, എല്ലാം മുസ്ലിമുകളുടെ സ്വത്തായിട്ട് മാറിയത്. 70,000 ദിർഹം ദീനാർ തരാം. 70,000 ദീനാറിന് എത്ര വിലയാവും അന്നത്തെ കാലത്ത് തന്നെ? അത് എത്ര വിലയുള്ള സാധനം. അപ്പോൾ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കിങ്ങനെ തരാൻ കഴിയല, അത് അമീറുൽ മുഅ്മിനീനോട് ചോദിച്ചിട്ട് വേണം. എന്നാ ചോദിച്ചിട്ട് തന്നോട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരാളെ വിട്ട്, ഇതിനെ സംബന്ധിച്ച് ഇയാൾ എല്ലാം വിട്ടു തന്നിട്ടുണ്ട്, ഇതൊന്ന് ചോദിച്ചുകൊണ്ടുണ്ട്, അത് ജബലുൽ മുഖത്തം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജബൽ മുഖത്തമിന് അയാൾ ആവശ്യപ്പെടുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതൊരു വെള്ളമുള്ള സ്ഥലമല്ല, എന്തെങ്കിലും ഒരു മരം മുളക്കുന്ന ഒരു മരമല്ല, ഒരു മരം കൂടിയില്ല. അത് ഇപ്പം പോയാൽ കാണാം അവിടെ. അത് പണ്ട് അള്ള എങ്ങനെ അതിനെ പടത്തിന് അതേപോലെ തന്നെ ഉള്ളത്. ഒരു തൈ, ഒരു സസ്യം, ഒരു പുല്ല് അതിലില്ല. ഒരു അക്രസ് പോലെ ചാനതല എന്ന് പറയുന്നില്ല, അതുപോലെ ആയിട്ടുണ്ട്. എന്തുമില്ല, എത്ര ഒരു മരയാണ്. അപ്പോൾ ഒരു വെള്ളത്തിനൊരു സൗകര്യമില്ല, പിന്നെ ബാക്കിയുള്ള ഒരു സൗകര്യം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരനെ ഇയാളെ ചോദിക്കുന്നത്? അപ്പോൾ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കാട് മുറലെത്തിയപ്പോൾ കേട്ടു, നിങ്ങൾ അത് എന്താ ആവശ്യത്തിന് വേണ്ടി കേൾക്കും? എന്തിനു വേണ്ടി ചോദിക്കുന്നിട്ട് കേൾക്കണം, ആ മരനെ എന്തിനു കേൾക്കുന്നത്? അപ്പോൾ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുമല്ല, ഞാൻ മുൻകഴിഞ്ഞതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ കിതാബ്, ഇറക്കപ്പെട്ട കിതാബിൻ്റെ അകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഖിറാസുൽ ജന്ന, സ്വർഗത്തിൻ്റെ മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലമാണത്. സംഗതി മനസ്സിലായി. അപ്പം എനിക്ക് അത്ര വീരമുണ്ട് കാണാതെ, എന്തൊരു വരെ കാഴ്ചക്ക് വരെ ഒരു ഉപകാരം ഇല്ലെങ്കിൽ വലിയ ഫലമുള്ളതെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു. അപ്പോൾ അയാളെ കൊണ്ട് കിട്ടിയ വിവരമായിരുന്നു. അപ്പോൾ ഇത് അറിയിച്ച്, ഇതിങ്ങനെ പറയുന്ന അയാൾ, ഇത് ഖിറാസുൽ ജന്ന, സ്വർഗത്തിൻ്റെ മരങ്ങളെ നട്ടിപ്പിടിപ്പിക്കുന്ന സ്ഥലമാണ്, മറ്റ് കിതാബിനുണ്ടെന്ന് പറയും. അങ്ങനത്തെ ആയിരിക്കും നമ്മളാണല്ലോ ഏറ്റവും തരപ്പെട്ടത്. ഖിറാസുൽ ജന്ന ആങ്കിൽ മുസ്ലിമീങ്ങളാകുന്ന നമ്മളാണായിരിക്കും തരപ്പെട്ടു. മുസ്ലിമീങ്ങളല്ലല്ലോ, പിന്നെ ഓർക്ക് എന്തായിരിക്കുന്നത്? അത് നീ അവിടെ ആർക്കും നീ അത് കൊടുക്കണ്ട, അത് മുസ്ലിമീങ്ങൾക്ക് അതിന് നീ മക്ബറയായിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ സബീലാക്കി മക്ബറയാക്കി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അതിനെ ആ സ്ഥലത്തിനെ പരിശുദ്ധമാക്കിയിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ അഹിരികാരെ താമസിക്കുന്നവർ സ്ഥലമാക്കിയിട്ടുണ്ട്, അവിടെ പറക്കുന്ന സ്ഥലം. അത് മക്ബറയായിക്കോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ പറഞ്ഞ പോലെ അവിടെ ആയിരക്കണക്കിനുള്ള വലുതായിരിക്കുന്ന ഔലിയാക്കന്മാരെല്ലാം അതിൻ്റെ ചുവട്ടിലാണ് പാർക്കുന്നത്. സഫുൽ ജബൽ മുഖത്തമൽ. ഈ മുഖത്തമു എന്ന് പറയുന്ന പേര് വെക്കാൻ കാരണം അത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തതികളിൽപ്പെട്ട ഒരാളാണ്. മുഖത്തമുബിന് ബൈസർബിന് മിസ്റുബിന് ഹാം എന്ന് പറഞ്ഞിട്ട് ഈ ഹാമിൻ്റെ സന്തതികളിൽപ്പെട്ടതായിരിക്കുന്ന ഒരാളാണ് മിസ്ർ എന്നിട്ട്. അതിക്ക് ആ നാട്ടിലേക്ക് ആളെ പേര് കൊണ്ടാണ് പേര് വെച്ചത് മിസ്ർ. അതേപോലെ തന്നെ മുഖത്തമു എന്ന് പറഞ്ഞെങ്കിൽ ഈ അയാളുടെ മകനും ബൈസർ എന്ന് പറഞ്ഞാൽ അയാളുടെ മകനാണ് ഈ മുഖത്തം. അയാൾ അവിടെ താമസിച്ചിരുന്ന ആ സ്ഥലത്ത്, ആ മലയിൽ. അതുകൊണ്ട് അത് ജബലുൽ മുഖത്തം, മുത്തഗോത്തമാള് എന്നാള് പാർത്ത സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ
ഒക്കെ പേര് വന്നു. ജബലുൽ മുഖത്തം. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതുപോലെ ഖിറാസു ജന്ന എന്ന് പറഞ്ഞില്ലേ, സ്വർഗത്തിൻ്റെ മരം എന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ അഹരികാർ പാർക്കുന്ന സ്ഥലം എന്നാണ്. മനസ്സിലായില്ലേ? അതായത് 70,000-ഓളം ആൾക്കാർ ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ആൾക്കാർ അവിടെ പാർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഔലിയാക്കന്മാർ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ജബൽ മുഖത്തം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നും പോയാൽ നമുക്ക് കാണാം. അവിടെ എല്ലാ കിബാറുൽ ഔലിയ എന്നറിയപ്പെടുന്ന ഉണ്ടായതായിരിക്കുന്ന ഹിജറൻ്റെ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലെല്ലാം ജീവിച്ചതായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഖബർ എവിടെയാണ്. ബഹുമാനപ്പെട്ട മഹാനായ സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ ഖബർ എവിടെയാണുള്ളത്. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹുവിൻ്റെ ഖബറുള്ളത് അവിടെ തന്നെയാണ്. വേറെയും കുറേ സ്വഹാബികളുടെ ഖബർ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ദഖീഖുൽ ഈദി റളിയല്ലാഹു അൻഹു, ഇത് സുൽത്താനുൽ ഉലമ ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. സുൽത്താനുൽ ഉലമ എന്നിട്ട് ആദ്യം പേര് ലഖബ് വെക്കപ്പെട്ട ആളാണ് അരി ഇസ്ദുദ്ദീൻ അബ്ദുസ്സലാം. വലിയ മഹാനാണ്, വലിയ ഖാദിൽ ഖുലാത്തും കൂടിയാണ്. അന്ന് എല്ലാ ഉലമാവിൻ്റെ ഇടയിൽ വലിയ അംഗീകാരമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അയാൾക്ക് സുൽത്താനുൽ ഉലമ എന്ന പേര് വെക്കുന്നത്. അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇബ്നു ദഖീഖുൽ ഈദി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അത്തായില്ല സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ വലിയ ഖുതുബായ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഫാരിദ് ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹുവിൻ്റെ ഖബറും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആയിരക്കണക്കിനുള്ള ഖബറുകളുണ്ട്. ഇന്നിവിടെ നമ്മുടെ ഇമാമുൽ ആലം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ളത് അതിൽ ജബൽ മുഖത്തമിൻ്റെ ചാരത്ത് തന്നെ. അതേപോലെ തന്നെ പിന്നെ ലൈസ് ഇബ്നു സഅദ് എന്ന് പറയുന്ന ഒരു മദ്ഹബിൻ്റെ ഇമാമാണ് മൂപ്പർ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൈസു അഫ്ഖഹു മിൻ പിന്നെ മാലിക്കിൻ. ഷാഫി ഇമാം പറയുന്നത് എൻ്റെ ഉസ്താദ് മാലിക് റളിയല്ലാഹുവിനേക്കാളും കൂടുതൽ പാണ്ഡിത്യം ഇൽമുള്ള ആളാണ് ലൈസ് എന്ന് പറയുന്ന ആൾ. അവരെ ഖബറോടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഷാഫി ഇമാം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അസ്വാബിനെ ലായിയാക്കി കളഞ്ഞു, ആ മദ്ഹബിനെ പ്രചാരപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് ഓരോ ലൈസ് ഇമാമിൻ്റെ മദ്ഹബ് പ്രചാരത്തിന് വന്നിട്ടില്ല. ഒരു മദ്ഹബിൻ്റെ ഇമാമാണ്. അൽ മദാഹിബ് അൽ അർബഅത്ത് എന്ന് പറഞ്ഞിട്ട് 4 മദ്ഹബ് മാത്രമല്ല, അതിന് മുൻകഴിഞ്ഞ കാലത്ത് 11ഓളം തഖീദ് ചെയ്യപ്പെടുന്ന മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അനുയായികൾ, അതിൻ്റെ അത്ബായികൾ അത് അതിനെ വലിയ തദ്വീനാക്കാത്തത് കൊണ്ട്, ഈടകളാക്കി വെക്കാത്തത് കൊണ്ടും അതിനെ പ്രചാരപ്പെടുത്താത്തത് കൊണ്ട് എന്തായി ആ മദ്ഹബുകളെല്ലാം സ്തംഭിച്ചു പോയി. ഈ 4 മദ്ഹബിൻ്റെ അയിമത്തുകൾക്കുള്ള എല്ലാ അവരുടെ ശിഷ്യന്മാർ അവിടെ ഷാഫിമാർ എഴുതിയ കിതാബ് അതിനെ പ്രചാരപ്പെടുത്തുകയും ശിഷ്യന്മാർ ധാരാളം കിതാബ് എഴുതുകയും അങ്ങനെ ലോകത്തൊട്ടാകെ ഈ 4 മദ്ഹബിൻ്റെ അയിമത്തുകളെല്ലാം അവരുടെ ശിഷ്യന്മാരെല്ലാവരും മദ്ഹബിനെ എന്താക്കിയിട്ടുണ്ട്, അവരവരെ മദ്ഹബിനെ അവർ പ്രചാരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകത്തൊട്ടാകെ മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിൽ ഇന്ന് 4 മദ്ഹബ് പരന്നു കിടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞെങ്കിൽ അപ്പോൾ ബലിബലിതായിരിക്കുന്ന അയിമത്തുകൾ ഇമാമിങ്ങളൊക്കെയും അവിടെ ഉണ്ട്. ഈ ജബൽ മുഖത്തത്തിൻ്റെ കാലം ഇത് അവിടെ ഖറാഫ എന്ന് പറയും. ഖറാഫത്ത് സൂറ ഖറാഫത്തുൽ കുബറ എന്ന 2 ഖറാഫയുണ്ട്. ഇവിടെ ഈ ഖറാഫത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു കബീലൻ്റെ പേരാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെ കുറേ വലിയ വലിയ മഹാന്മാരുടെ ഖബറുകളുണ്ട്. സക്കറിയ അൻസാർ തുടങ്ങിയുള്ള ബഹുമാനപ്പെട്ട പിന്നെ വക്കീ ഇബ്നുൽ ജറാഹ് ഷാഫി ഇമാമിൻ്റെ ഉസ്താദ്, ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ അതെല്ലാം ഖറാഫത്ത് സുഹറയിലാണ് ഇതൊക്കെയുള്ളത്. അത് മുമ്പ് അവിടെ അത്ര പ്രചാരം ഉണ്ടായിട്ടില്ലേ ഖറാഫത്ത് സുഹറ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റൻ്റെ 204 അവർ വഫാത്തായി. ആ വഫാത്തായതിൻ്റെ ശേഷം പിന്നെ ഉണ്ടായി അവിടെ ഒരാൾ പിന്നെ
അവിടെ കുറേ കബറുകൾ അവിടെ വന്നു ആ സ്ഥലത്ത്, ആ ഏരിയയിൽ. മുന്നെല്ലാം അങ്ങോട്ടുള്ളത് എല്ലാം അപ്പുറപ്പുറമുള്ളതെല്ലാം ഖറാഫത്തുൽ കുബ്രയാണ്. അവർക്ക് അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടേക്ക് വലിയ സൗകര്യം, വെള്ളത്തിൻ്റെ സൗകര്യം എല്ലാം ഉണ്ടായിട്ട് തന്നെ ഇന്നതി ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഇവിടേക്ക് വേണ്ടത്തെ വെള്ളം സപ്ലൈ എല്ലാം ഉണ്ടായിട്ടില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അന്നത്തെ കാലത്ത് അൽ മലിക്കുൽ ആദിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു രാജാവ്, അയാൾ അവിടെ ഒരു മകനെ, അയാളെ ഒരു മോനെ ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ അടക്കിയപ്പോൾ ആ അടക്കിയ കാലത്ത് അയാളാണ് ഈ കുബ്ബ കെട്ടിച്ചത് ഷാഫി ഇമാമിൻ്റെ ഖബറിലേക്ക്. ഹിജറിൻ്റെ 608 ഇതിനല്ലേ, ഹിജറിൻ്റെ 608. അങ്ങനെ വലിയ കുബ്ബ, അത് അവിടെ ഉള്ള സാധാരണ മക്ബറകളിൽ വലിയ വലുതായിരിക്കുന്ന കുബ്ബകളുണ്ട്. നമ്മളെ പിന്നെ അതിന് തങ്ങൾ ഇതിൻ്റെ ഇടയിൽ മിസ്രെല്ലാം പോയിട്ട് സഞ്ചരിച്ചിട്ട് പോയിട്ടെല്ലാം സിയാറത്താക്കിയിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കും പോകാം ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ അസരി ഉസ്താദ് ഉണ്ട് ഇവിടെ, മൂപ്പര് പിന്നെ അവിടെ തന്നെ കുറേ കാലം ജീവിച്ച ആളാണ്. അതൊക്കെല്ലാം നല്ലോണം സംബന്ധിച്ചിട്ട് അറിയാം. അപ്പോൾ അയാളാണ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയത്. അവിടേക്ക് വെള്ളത്തിൻ്റെ സപ്ലൈ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് വെള്ളത്തോടെല്ലാം എത്തിയിട്ട് അവിടേക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ സൗകര്യം ആക്കിയിട്ടെല്ലാം കൊടുത്തിട്ട് അന്നത്തെ കാലത്തുണ്ടായത്. ഹിജറിൻ്റെ 2-3 നൂറ്റാണ്ടാണ്. ചുരുക്കി പറഞ്ഞെങ്കിൽ ഇപ്പം ജബൽ മുഖത്തമിൻ്റെ ചാരത്താണ് ഇവിടുത്തെ ഈ ആയിരക്കണക്കിനുള്ള ഔലിയാക്കന്മാർ കിടക്കുന്നത്. എല്ലാം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മക്ബറകളാണ്. ഇവിടെ പോയാലും ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. അറിഞ്ഞല്ലേ, ഒരു ഹയാത്തിൽ ഒരിക്കെങ്കിലും പോകണം. ബഗ്ദാദിൽ പോകണം, ബൈത്തുൽ മുഖദ്ദസിൽ പോകണം, അതുപോലെ തന്നെ മിസ്റിൽ പോകണം. ഇരിക്കല്ലാവൂ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. അവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ശഫാഅത്ത് കൊണ്ട് ദുആ കൊണ്ട് നമ്മുടെ ദീനും ദുന്യാവും ആഖിറവും എല്ലാം അല്ലാഹു വിജയത്തിലാക്കി തരുമാറാണ്. അങ്ങനെ ഈ ജബൽ മുഖത്തമിൻ്റെ എനിക്ക് വലിയ മഹത്വങ്ങളും സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അത് ഇലാഹിയായ കിതാബുകളിൽ അറിയിക്കപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മഹാനായ താബീങ്ങളിൽപ്പെട്ട ഒരാളാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. നിങ്ങൾ കഅബുൽ അഹ്ബാറിനെ കേട്ടിട്ടുണ്ടോ? കിതാബിൽ ഇടക്കിടക്ക് വരും കഅബുൽ അഹ്ബാർ. വലിയ ജാഹിലിയായ കാലത്തിൻ്റെ അകത്ത് യഹൂദികളുടെ വലിയ വലിയ ആലിമാണ് കഅബുൽ അഹ്ബാർ. ഹബറിൻ്റെ ജമ്മാണ് അഹ്ബാർ. ആലിമീങ്ങളുടെ കഅബെന്ന എനിക്ക് എൻ്റെ അർത്ഥം. ഹബറിൻ്റെ ആലിമ, അഹ്ബാർ അതിൻ്റെ ജന്മം. അപ്പം ആലിമ പണ്ഡിതന്മാരുടെ വലിയ ഒരു നേതാവാണ്, യഹൂദി പണ്ഡിതനാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ് ഉണ്ടായത്. പക്ഷേ വിശ്വസിച്ചിട്ട് തങ്ങളുടെ അതിർത്തേക്ക് എത്തിയില്ലെങ്കിൽ അടുത്ത് തങ്ങളോട് ഒരുമിച്ച് കൂടി എനിക്ക് സ്വഹാബിയാവട്ടെയായിരുന്നു. പക്ഷെ ആ ഭാഗ്യം മൂപ്പർ കിട്ടിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് അയാൾ വിശ്വസിച്ച അസിലെ അമ്മനുകാരനാണ്. അങ്ങനെ മൂപ്പർ പിന്നെ എന്താക്കി, ഒരു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് മദീനത്തേക്ക് വന്നു. മദീനത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഇസ്ലാമായിട്ട് വന്നതാണ്. ഇൽമുണ്ടല്ലോ ധാരാളം, അന്നെ പഠിച്ച ഇൽമുകളുണ്ട്. അയാളെ കഴിഞ്ഞ കാലത്തുള്ള തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇവരെയുള്ളതായിരിക്കുന്ന എല്ലാ കിതാബുകളെല്ലാം നല്ല പാഠമുള്ള ആളാണ്. അപ്പോൾ സ്വഹാബികളുണ്ടാക്കി അവരവെക്കുന്നുള്ളതായിരിക്കുന്ന അറിവുകളെല്ലാം ധാരാളം പഠിച്ചയാൾ വെക്കുന്നു. അങ്ങനെ സ്വഹാബികൾക്കും താബീങ്ങൾക്കെല്ലാം ധാരാളം ഇൽമു കിട്ടിയിട്ട് വെക്കും. അയാളെന്താക്കി പിന്നെ ഖുർആനും സുന്നത്തും അതൊക്കെ അറിയില്ലല്ലോ മൂപ്പർക്ക്, അതെല്ലാം ഉണ്ടാക്കി സ്വഹാബത്തിൻ്റെ വെക്കുന്ന അയാൾ പഠിച്ചു. അങ്ങനെ എന്താക്കി മുന്നേ കഅബുൽ അഹ്ബാറാണ് വലിയ മഹാനായി മാറി. മനസ്സിലായില്ലേ? ഹിജറിൻ്റെ 32 മൂപ്പർ വഫാത്തായത്. അവർ പിന്നെ അവിടുന്ന് മദീനത്ത് നിന്ന് പിന്നെ കുറേ കാലം അവിടെ ജീവിച്ച് കുറെ പഠിക്കേണ്ട കാര്യമെല്ലാം പഠിച്ച് പിന്നെ അവിടുന്ന് അയാൾ ഷാമിലേക്ക് നീങ്ങി. ഷാമിൽ നിന്ന് മറ്റേ ഹുംസിലേക്ക് എത്തി. അവിടെയാണ് അയാൾ ഉണ്ടാക്കിയത്, അയാൾ താമസാക്കിയത്. ഷാമിൽപ്പെട്ട ഒരു ഭാഗമാണ് ഹിംസ് എന്നും പറയും. ഹിംസ് ഹാക്കലം കസം ചെയ്യാം. അവിടെ താമസാക്കി.
അങ്ങനെ ഹിജറൻ്റെ 32-ലാണ് അവിടെ വഫാത്തായത്. വഫാത്താകുമ്പോൾക്ക് പിന്നെ 104 വയസ്സാണ് മൂപ്പർക്ക്. ധാരാളം ഇൽമുകളെ അയാൾ പരത്തിയിട്ടുണ്ട്. എല്ലാ മുൻകഴിഞ്ഞ കിതാബുകളുടെ ഇൽമുകളും ഇപ്പോഴത്തെ പിന്നെ ഫുർഖാൻ അലീമിൻ്റെ വിവരവും ബാക്കി എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ധാരാളം എത്തിച്ചു കൊടുത്ത ഒരു മഹാനാണ് കണ്ടത്. അയാൾ ഒരാളെ മിസ്രിലേക്ക് പോകുമ്പോൾക്ക് അയാൾ പറഞ്ഞ് നിങ്ങൾ ഒരു മിസ്രിക്ക് ഒരാളെ പുറപ്പെട്ടു പോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു ആവശ്യം നിങ്ങൾക്ക് അവിടെ പറയാനുണ്ട്. എന്താണ്? അവിടുത്തെ ജബൽ മുഖത്തമ്മിൻ്റെ ചാരത്തിൽ നിന്നിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവരണം. അങ്ങനെ എന്താക്കി ഈ പോയാൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കുറച്ച് മണ്ണെടുത്തിട്ട് കൊണ്ടുവന്നു. തിരിഞ്ഞില്ല. അതിപ്പോൾ അങ്ങനെ ജബൽ മുഖത്തമ്മനത് കൊണ്ടുവന്നതിന് അത്ര വിരലിക്കപ്പെട്ട സംഗതി ഒന്നുമല്ല. അതേ സ്ഥാനത്ത് മക്കത്തിൻ്റെയും മദീനത്തിൻ്റെ ഹറമിൻ്റെ മണ്ണ് പുറത്തേക്ക് നക്കൽ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അവിടുത്തെ കല്ലോ അവിടുത്തെ മണ്ണോ അവിടുത്തെ ബർക്കത്തുള്ളതാണ്, പക്ഷെ അത് പിന്നൊരു നാട്ടിലേക്ക് അത് നക്കൽ ചെയ്യാൻ പാടില്ല. ഹറമിൻ്റെ മദീനത്തിൻ്റെ ഹറമിൻ്റെതും മക്കത്തിൻ്റെ ഹറം അത് വലിയ പ്രത്യേകതയുണ്ട്, പറഞ്ഞില്ലേ? അപ്പോൾ ഇത് ആ മണ്ണ് വരുത്തിച്ച് അങ്ങനെ വഫാത്തിനോട് അടുത്ത കാലത്ത് അവിടെ പറഞ്ഞു, ഈ മണ്ണ് ഞാൻ ജബൽ മുഖത്തമിൻ്റെ മണ്ണാണ് വരുത്തിച്ചത്. ഇതിനെ എൻ്റെ കബറിലേക്ക് എന്നെ കിടക്കുന്ന സ്ഥലത്തേക്കിന് ഈ മണ്ണിനെ പിരിക്കണം, എന്നെ അതിൻ്റെ മേലെ കിടത്തോളൂ. അപ്പോൾ ജബൽ മുഖത്തമിൻ്റെ മഹത്വം വലിയതാണെന്ന് മൂപ്പരെന്നെ മനസ്സിലാക്കി. അയാൾ കിതാബ് പഠിച്ച ആളാണ്, മുൻകഴിഞ്ഞ കിതാബുകളിൽ ഓതി പഠിച്ച ആളാണ്. അതിൻ്റെ മഹത്വങ്ങളും ബഹുമാനങ്ങളും അയാൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട പിന്നെ റളിയല്ലാഹു അൻഹു ആ നിലക്ക് മരിക്കുമ്പോൾ വസിയത്താക്കിയിട്ട് അവരെ മണ്ണ് എൻ്റെ കബറിലേക്ക് പതിനൊക്കെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ മണ്ണിന്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിജറൻ്റെ 43-ലാണ് വഫാത്തായത്. ഒരു പെരുന്നാൾ രാത്രിയിലാണ് മൂപ്പര് വഫാത്തായത്. ഹിജറൻ്റെ 43. 20-നാണ് എൻ്റെ മിസ്ർ ഫത്തായത്. പിന്നെ 43-ലാണ് മൂപ്പര് വഫാത്തായത്. അപ്പോൾ അവിടെ ഖദീജ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് പോയി കാണാൻ കഴിയും. മസ്ജിദ് അംറുൽ ആസി എന്ന് പറയുന്ന അവരുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയുണ്ട്. അവർ ഇരിക്കുന്ന കാലത്ത് ഫുസ്താത്ത് എന്ന പേര്, പഴയ മിസ്ർ ഫുസ്താത്ത് എന്ന് പറയും. കിതാബിൽ തന്നെ നമുക്ക് ഫുസ്താത്ത് എന്ന് കാണും. അത് പഴയ മിസ്റിൻ്റെ താമസം ഉണ്ടാക്കിയ സ്ഥലമാണ് അവർ. അത് ഫുസ്താത്ത് എന്ന് പറയും. അങ്ങനെ അവിടെ ഒരു മൂപ്പര് പള്ളി കെട്ടിച്ചു. അന്ന് ആ പള്ളിക്ക് തലക്കല്ലിടുമ്പോൾക്ക് കിബില തിരിക്കുമ്പോൾക്ക് 80ഓളം സഹാബികൾ അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുഹബത്ത് കിട്ടിയ 80ഓളം സഹാബികളുടെ ഹദ്റത്തിലാണ് ഇയാൾ എന്താക്കി തലക്കല്ലിട്ട് എനിക്ക് മസ്ജിദ് അംറുൽ ആസ്. അങ്ങനെ ഇന്ന് അത് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടിട്ട് വലിയ വിശാലമായ പള്ളി. ഓരോരു ഭരണാധികാരി വന്നിട്ട് വലിയ ആക്കിയിട്ട് എത്രയും വലിയൊരു കാഴ്ച ബംഗ്ലാവായിട്ടുണ്ട്. ഇന്നിപ്പോൾ നിസ്കരിക്കാനായിട്ട് പോകാൻ ആരും ആളില്ല, പോയിട്ട് എത്താൻ മേറാബിനോടൊക്കെ എത്തണമെങ്കിൽ 1 കിലോമീറ്റർ അധികം പോകണം. ഇതിന് അത്ര വലിയ വിശാലമുള്ള വലിയ പള്ളിയാണ് ഇതിന്. അപ്പോൾ പിന്നെ അവിടെ കാഴ്ചക്ക് ജനങ്ങൾക്കെല്ലാം കാഴ്ചക്ക് വേണ്ടി എല്ലാവർക്കും എല്ലാ ജാതികളും വരുന്നുണ്ട് ആ പള്ളിക്ക് കാണാൻ വേണ്ടിയിട്ട്. മസ്ജിദ് അംറുൽ ആസ് എന്ന് പറയും ഇതിന്. അങ്ങനെ അംറുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്തിനോട് അടുത്ത സമയം രോഗബാധിതനായി. അദ്ദേഹം 70 വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. 70 വയസ്സായി അംറുൽ ആസ് റളിയല്ലാഹു. അങ്ങനെ മൂപ്പരുടെ മകനാണ്, പ്രധാനപ്പെട്ട മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ്. അബാദത്തിൽ 4 അബ്ദുള്ളകളിൽ നിന്നിട്ട് പ്രധാനപ്പെട്ട അബ്ദുള്ളയാണ് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് റളിയല്ലാഹു. അങ്ങനെ മൂപ്പര് പിന്നെ മൂപ്പരെ കൊണ്ടാണ് മൂപ്പര് പിന്നെ അബൂ അബ്ദില്ല എന്നിട്ട് പേരുണ്ടായിരിക്കും അംറുൽ ആസിക്ക്. ഓരെ കൊണ്ടാണ് കുഞ്ഞത്ത് വെച്ചത്. അങ്ങനെ
മരിക്കുന്ന സമയത്തിൻ്റെ അകത്ത് പല കാര്യങ്ങളും വസിയത്ത് ചെയ്തിരുന്നു. മരിക്കുമ്പോൾ ഒരു വസിയത്ത്, എന്നെ ജബൽ മുഖത്തമ്മൻ്റെ അടുത്ത് കൊണ്ടിട്ട് അടക്കണം. ജബൽ മുഖത്തം റാസുൽ ജന്ന. അപ്പം അത് പറഞ്ഞത് ഇന്ന സ്ഥലത്തായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വസിയത്താക്കിയത്. കാരണം അത് ഹാജിമാരല്ല അന്നത്തെ കാലത്ത് ഹജ്ജിന് പോകുന്ന വയ്യാണ്. മൂവരുടെ ഉദ്ദേശം അവിടെ പോകുന്ന ആൾക്കാരെല്ലാം സലാം പറയാനും ഉള്ള സൗകര്യമാണ്. ആ ബൈക്കിൻ്റെ കരക്കാക്കും പോകുമ്പോൾ സലാം പറഞ്ഞിട്ട് പോകുമല്ല ആൾക്കാർ, ഹാജിമാരല്ല വരുമ്പോക്ക് പോകുമ്പോൾ. അതുകൊണ്ട് അവിടെ ജബൽ മുഹത്തൻ്റെ കരത്ത് അവിടെ ഇന്നും അവിടെ കാണാം. അഹമ്മദ് ബിൻ തായില്ലാസിഖ് റളിയല്ലാഹുവിൻ്റെ ഖബറിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു ഖബറുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിൻ്റെ ഖബറും അംറുല്ലാസിനെ പോലെ ഒരേ സ്ഥലത്ത് രണ്ടാളുള്ളത്. അതിപ്പോൾ മതിൽ കെട്ടിയിട്ടുണ്ട്, ഖബർ വേറെ വേറെ ആയിട്ട് കാണുന്നില്ല. അങ്ങനെ എനിക്ക് പറഞ്ഞെങ്കിൽ ഈ വഫാത്തിൻ്റെ സമയത്ത് വസിയത്താക്കൽപ്പെട്ടതാണ് ഇന്ന സ്ഥലത്ത് തന്നെ അടക്കണം. പിന്നെ മൂപ്പര് മരിക്കുന്ന സമയത്തിൻ്റെ അകത്ത് കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് കൂടിയ ആൾക്കാർ, മോഹിനികളായ ആൾക്കാർ, സ്വഹാബത്തിൻ്റെ താബീങ്ങളിൽപ്പെട്ട ആൾക്കാർ അല്ലാണ്ട കാര്യത്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ആൾക്കാർ കാണാൻ വന്നു. ആ സമയത്തിൻ്റെ അകത്ത് മൂപ്പര് പിന്നെ കരയാൻ തുടങ്ങി. നല്ല കരയുന്നു, ജനങ്ങളെല്ലാം കാണുന്നു, മൂപ്പര് കരയുന്നുണ്ട്. അങ്ങനെ മൂപ്പര് എന്താക്കിയതെങ്കിൽ പിന്നെ ജനങ്ങളെ ഭാഗത്ത് നിന്നിട്ട് തിരിഞ്ഞിട്ട് മതിലിൻ്റെ ഭാഗത്തേക്ക് കടന്നു. പിന്നെയും കരയന്നെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ പറയുന്നു, ലിമയബ്കി യാ ബത്തി, എന്തിനെ ബാപ്പ നിങ്ങൾ കരയുന്നു? അമ്മാ ബസ്സറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ബിശാറത്ത് അറിയിച്ചിട്ടില്ലേ? നിങ്ങൾ സ്വർഗത്തിൻ്റെ അഹലുകാരനെന്നും പലതരത്തിലുള്ള ബിശാറത്ത് അറിയിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താ പേടി? നിങ്ങൾ എന്തിനാ കരയും ഈ സമയത്ത്? അപ്പോൾ പറയുന്നു, ഞാൻ കരയുന്നത് മരണത്തിന് പേടിച്ചിട്ട് കരയുന്നല്ല. ഞാൻ കുന്തു അല അത്തുബാക്കിൻ സലാസിന്, ഞാൻ 3 അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം കഴിഞ്ഞത്. അതിൽ ഒന്ന്, ഞാൻ ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ശത്രുത്വമുള്ള, വിരോധമുള്ള, എതിർപ്പുള്ള ആളായിരുന്നു. പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് തന്നെ കെട്ടിയെങ്കിൽ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. അങ്ങനെ കുറേ കാലം അങ്ങനെ ആ വിരോധത്തിനും അദാവത്തിനും നടന്നു. പിന്നെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൽബിലേക്ക് ഹിദായത്തിട്ട് തന്നു, ഈമാൻ കിട്ടി. തങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. പിന്നെ എനിക്ക് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിൻ്റെ ശേഷം, മുസ്ലിമായതിൻ്റെ ശേഷം, എനിക്ക് തങ്ങളെ സംബന്ധിച്ച് സ്നേഹം എൻ്റെ കൽബിൻ്റെ അകത്ത് നിറഞ്ഞു പോയി. ഒരാളെ തങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് തങ്ങളുടെ ഔസാഫുകളെ പറയുന്നതിനോട് ചോദിച്ചെങ്കിൽ എനിക്ക് ഇതിനെ പറയാൻ കഴിയുന്നില്ല. എനിക്കത് സാധിക്കാത്ത ഒരവസ്ഥയാണ്, ചെല്ലാൻ കഴിയുന്നില്ല. എങ്ങനെ എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ആ നിരക്ക് മുഹബ്ബത്ത് കൂടിയത്. ഞാൻ നേരത്തെ ഉണ്ടായ അവസ്ഥയിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ, അന്ന് ആ കാലത്ത് മരിച്ചില്ലെങ്കിൽ തങ്ങളുടെ വിരോധത്തിൻ്റെ കാലത്ത് ഞാൻ നരകത്തിൻ്റെ അയൽക്കാരനാണെന്ന് ഉറപ്പല്ല, ഡൗട്ടില്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ അന്നും എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വർഗത്തിൻ്റെ അയൽക്കാരൻ. അതിൻ്റെ ശേഷം ഞാനിവിടെ മിസ്രിൽ വന്നിട്ട് ഇവിടെ എല്ലാം കുറേ ഒപ്പസത്തിൻ്റെയും മറ്റെല്ലാ ഭരണങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. എൻ്റെ ഭരണകാലത്തിൻ്റെ അകത്ത് കുറേ നദാറത്ത് എന്ന മേൽനോട്ടത്തിൻ്റെ വന്നു. ആ വിഷയത്തിൽ ഞാൻ എൻ്റെ അവസ്ഥ എന്തായിട്ടിരിക്കുമോ, എനിക്കൊരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഞാൻ ഉള്ളത്. എൻ്റെ വെക്കുന്ന പല പാഴ്ചകളും വന്നു പോയിട്ടുണ്ടോ, വ്യത്യാസം വന്നിട്ട് പോയിട്ടുണ്ടാവോ, അള്ളാഹു റസൂലിലേക്ക് പൊരുത്തമില്ലാത്ത സംഗതി വല്ലത് വന്നിട്ട് പോയിട്ടുണ്ടാവോ എന്നുള്ള വിഷയം വിചാരിച്ചിട്ടാണ് കഴിയുന്നത്. എന്നിട്ട് പറയുന്ന അങ്ങനെ ഞാൻ മരിച്ചെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലഹദ കബർ കുഴിച്ചിട്ട് അതിലേക്കെല്ലാം നല്ല മണ്ണ് വാങ്ങരെ കൈകൊട്ടുകൊണ്ട് കൊണ്ട് വലിച്ചിട്ടിട്ട് നിങ്ങൾ എന്നെ മറച്ചോ. എന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ നിങ്ങൾ തുത്തിഴൂനി നാറ തീനെ കൊണ്ടുവരണ്ട, തീയോട് കൂടി എൻ്റെ മയ്യത്ത് കൊണ്ടുപോകണ്ട.
അത് ജാഹിലിയായ കാലത്തിൻ്റെ കത്തിച്ചങ്ങ മയ്യത്തിച്ച വല്ലതും കൊണ്ട് നമുക്ക് ഈ തീ പിടിച്ചു മജൂസിയാക്കടെ ഒരു ഇതാണ് ആചാരം. തീ കൊണ്ടുവന്ന് നമുക്ക് പോകും, തീ കൊണ്ടുവരണം. പല തസഹുവരി നാഹിയത്തും. പിന്നെ മയ്യത്ത് കൊണ്ട് നമുക്ക് കരിഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കുന്ന പെണ്ണുങ്ങൾ മുഖത്തെ മയ്യത്തിൻ്റെ അകത്തെ പെണ്ണുങ്ങൾ വരണ്ട. പിന്നെ എന്നെ നിങ്ങൾ കബറടക്കിയെങ്കിൽ അടക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ അക്കീമു ഹൗല കബരി സാഴത്തൻ എന്നെ അടക്കിയതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് പോയിട്ടുണ്ടാകുന്നു. നിങ്ങളവിടെ കുറച്ച് സമയം നിൽക്കണം. കതറ പിന്നെ മാ യുൻഹറു ജസൂറും യുക്സമു ലഹു അല്ലേ, ഒരു ഒട്ടകത്തിനെ അറുത്തിട്ട് അതിൻ്റെ ഇറച്ചെല്ലാം വിതരണം ചെയ്യുന്ന എത്ര സമയം ഉണ്ടാക്കണം? നിങ്ങൾ എൻ്റെ കബറിൻ്റെ ചുറ്റുഭാഗത്തിരിക്കണം. യാസ്തഹിനെ ശപിക്കും. നിങ്ങളപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് വലിയൊരു നേരം പോക്കാവും, എനിക്കത് സന്തോഷമാവും. നിങ്ങൾ പെട്ടെന്ന് എന്നെ കബറടക്കിയിട്ട് പാഞ്ഞിട്ടില്ല, കബറടക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് വസിയത്താക്കിയിട്ട് മരിച്ചയാളാണ് അലി, ബഹുമാനപ്പെട്ട അമറുല്ലാസ് റളിയല്ലാഹു. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാര്യം നമുക്കും വേദം പോകണം. എങ്ങനെയൊന്നും മരിച്ചു കിട്ടിയാൽ വേണ്ടിയില്ല എന്ന് ചിന്തിക്കുന്നതല്ല. മരിച്ചെന്ന് പിന്നെ എന്താവും നമ്മുടെ അവസ്ഥ, നമ്മുടെ ഹാലെന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാം ഓരോരുത്തർക്കും ചിന്തിക്കൽ ആവശ്യമാണ്. ഇത്ര വലിയ ഉസ്താദിൻ്റെ ശിഷ്യനായിട്ട് കാര്യമല്ല, വലിയ ഇൽമു പഠിച്ചിട്ട് വലിയ പണ്ഡിതനായിട്ട് കാര്യമല്ല. നമ്മളെ ഹാല് അവസ്ഥകൾ എന്തായിരിക്കും എന്നുള്ള വിഷയത്തിൻ്റെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും വലിയൊരു ബോധം വേണം. നമ്മുടെ ആക്കിബത്തിൻ്റെ കാര്യത്തിന് എല്ലാം ഓരോരുത്തരും ചിന്തിക്കണം. കഴിഞ്ഞല്ലേ, ആർക്കും ആരുടെ വിഷയത്തിനും വലിയ ധൈര്യം ഉണ്ടാക്കാൻ കഴിയാൻ അമാനത്തില്ല. നമ്മുടെ അവസ്ഥ എന്തായിട്ട് പോകും, എന്താവും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ഒരു അറിവാണ്. ആർക്കും ആ അറിവിനെ അള്ളാഹു വിട്ടുകൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ പേടിച്ചിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ധൈര്യത്തോടു കൂടി അമാനത്തോടു കൂടിയിട്ട് ജീവിക്കാനുണ്ടായിരിക്കുന്ന ഒരവസ്ഥയില്ല. ലാത്തകുമാന് മക്കറല്ലാ അല്ലേ, പിന്നെ ഉലായമനു മക്കറല്ലായി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ, അള്ളാഹിൻ്റെ അദാബ്, അതിനാരും നമ്മണ്ട ധൈര്യാക്കണ്ട. എന്നെന്തോ അള്ളാഹക്കര, എന്നെ മൊയ്ലാര മോനാണ്, എന്നെ തങ്ങളെ മോനാണ്, അല്ലെങ്കിൽ ഞാൻ ധാരാളം തഹജ്ജുദ് നിസ്കരിച്ചവനാണ്, അല്ലെങ്കിൽ വലിയ പഠിച്ചിട്ട് വലിയ പണ്ഡിതനാണ്. ഇങ്ങനത്തെ ഓരോരു സിഫത്ത് വെച്ചിട്ട് അതിനെ വിശ്വസിച്ചിട്ട് ഉണ്ടാക്കണ്ട, മരിക്കണ്ട. അള്ളാഹുവിൻ്റെ മക്രിനത്തോട് അത് വിശ്വതിയാകുന്നത് അത് മക്രല്ലാഹിൽ ഖൗമുൽ ഖാസിറൂൻ. ദുനിയാവും ആഹ്റവും രണ്ടും നഷ്ടപ്പെട്ട കൂട്ടരാണ് അള്ളാഹുവിൻ്റെ മക്രിനെ തൊട്ട് വിശ്വതിയാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്തിലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്തിനെ നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി സൗകര്യം കിട്ടിയാൽ ഇനി നമുക്ക് സംസാരിക്കാം. എന്നോട് തുടർന്നിട്ട് വേറെ വിഷയങ്ങൾ പറയാം. അതിപ്പോൾ ഈ ചെറിയൊരു സമയത്തിൻ്റെ അകത്ത് കുറേ വിഷയങ്ങളൊക്കെ പറയാൻ തക്കത്തെ ആഫിയത്ത് പോരാ. അപ്പോൾ പിന്നെ മനസ്സിലായില്ലേ, ഇൻഷാ അല്ലാഹ് ഇനി അവസരം കിട്ടിയെങ്കിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇൽമ എനിക്കും നിങ്ങൾക്കെല്ലാവരും അള്ളാഹു ആഖിറത്തിൽ ഫലം ചെയ്യുന്ന ഇൽമാക്കി തീർക്കുമാറാകട്ടെ. അവിടുത്തതായിരിക്കുന്ന അവരെ മിസറിന് മറവിട്ട് കിടക്കുന്ന ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, അവരുടെ ജാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദീനും ദുന്യാവും ആഖിറവും ചുറ്റും അള്ളാഹു വിജയത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആഖിറത്തിനെ അള്ളാഹു നന്നാക്കി തരട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു ഏറ്റിത്തരട്ടെ. നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാഫ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ